ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. എങ്കിലും ചുളിവിൽ പറഞ്ഞ് കഴിച്ചിടാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കിട്ടേണ്ടതൊക്കെ കിട്ടി. ഇത് മതി നമ്മൾ ഹീലിംഗ് സോൺ. അതെല്ലാ നിലക്കും ഹീലിംഗ് സോണായി ആരോഗ്യപരമായി ഉള്ള ഒരു മേഖല തന്നെയാണ്. ഇതിനോട് ചേർത്തുകൊണ്ട് ഞാൻ പറയാണ് ഒറ്റ പോയിന്റ്, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഖുർആനിൽ നമ്മളൊക്കെ ഓതുന്നതാണ്. എന്താണ് പറഞ്ഞത്? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. സമാധാന സന്ദേശമാകുന്ന പരിശുദ്ധ ഇസ്ലാമിലേക്ക് കൂട്ടമായി പൂർണ്ണമായി കടന്നു വരും. 80-20 ആവാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവും. 80-20 ആവാൻ പാടില്ല. 80 ഇസ്ലാം, 20 മറ്റുള്ളത് പാശ്ചാത്യം കൊടുക്കും. അല്ലെങ്കിൽ 20 ഇസ്ലാം, 80 വേറെ. സത്യത്തിൽ ഇന്ന് നമ്മളൊക്കെ അതാണ്. നമ്മളൊക്കെ ഉഷാറാന്ന് പറയണില്ലല്ലോ ഞാൻ വിളിച്ചത്. ഞാനടക്കം നമ്മളൊക്കെ മോശമാണ്. ഞാനൊക്കെ വളരെ ഉഷാറാണെന്ന ചിന്തയാണ് നമുക്കൊക്കെ ഉള്ളത്. ഹീലിംഗ് സോണിലൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല ഉഷാറാണ്, നമ്മൾ നല്ല നീണ്ട ആൾക്കാരാണ്. അല്ല, ആയിട്ടില്ല. ആകണമെങ്കിൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഏത് ഘട്ടത്തിലും അഭിമാനത്തോടെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ കഴിയണം. നിസ്കരിക്കുമ്പോഴും കള്ളത്തരം പറയുന്നത് ഇന്നീ മുസ്ലിം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ മിനൽ മുസ്ലിം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തിലാണ്? അത് കഴിഞ്ഞിട്ട് നമ്മൾ കളവ് പറയുന്നത് എന്തൊക്കെ ചെയ്യുന്നത്? അപ്പൊ ശരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിന്റെ ഡെഫിനിഷൻ ഫസ്റ്റ് യോഗത്തിൽ കൂടി ഞാൻ പറഞ്ഞു തോന്നുന്നത്. ഇസ്ലാമിന്റെ ഡെഫിനിഷൻ എന്താ അറിയുന്നവരുണ്ടാരെങ്കിലും? ഇസ്ലാമിന്റെ ഡെഫിനിഷൻ, അതിന്റെ അർത്ഥം എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇൻഖിയാദു ലി അവാമിരില്ലാഹ് വജ്തിനാബി നവാഹി. അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങി ജീവിക്കുക. രക്ഷിതാവ് ഉടമ പറയുന്നത് അടിമ കേൾക്കുക. ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആ വീട്ടുകാരൻ പറഞ്ഞ് കേൾക്കാതെ അവിടെ നമുക്ക് തോന്നിയമായി കാണിക്കുക എന്നുള്ളത് ദമ്മാടിത്തരം, അതവില്ലാത്തവൻ, വൃത്തം കിട്ടണം. ഉടമ പറയുന്നത് കേൾക്കാതെ അടിമ ജീവിക്കുന്നത് അപകടമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങി ജീവിക്കണം. ആ വീട്ടുകാരൻ, ആ ഉടമ പറയാണ് ഇവിടെ ഇന്നത് ചെയ്യാൻ പാടില്ല, ചെയ്യരുത്, പുറത്തുപോയി ചെയ്തോ, ഇവിടെ ചെയ്യരുത്. അത് ആ വീട്ടുകാരെ ഈ ഉടമ പറഞ്ഞതാണത്. ആ ഉടമ പറഞ്ഞ് കേൾക്കാതെ അയാളെ വീട്ടിൽ കയറിയിട്ട് തമ്മാടിത്തം കാണിക്കാൻ അവൻ നല്ലതാണ്. അപ്പൊ ഉടമ പറയുന്നത് കേൾക്കുന്ന അടിമയാകണം. അപ്പൊ അതാണ് ഇസ്ലാം. പിന്നെ രണ്ടാമതുള്ളത് ഈമാനാണ്. ഇസ്ലാം ഈമാനുള്ള വേണ്ടത്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഡെഫിനിഷൻ എന്താ? തസ്ദീഖുർ റസൂലി ബികുല്ലി മാ ജാഅ ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി അംഗീകരിക്കുക. നമ്മളൊക്കെ അംഗീകരിക്കുന്നില്ല, ഇല്ല. എന്തിനാ പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത കളവ് പറയണം? ഇല്ല, ഞാൻ പറയണ എനിക്ക് കഴിയുന്നില്ല. റസൂലുള്ളാഹി തങ്ങളെ പരിപൂർണമായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവരോ നമുക്ക് പറയാൻ പറ്റുമോ? ഒറ്റ മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയില്ല. നമ്മളൊക്കെ ഒരു അല്പം നമ്മൾക്ക് തോന്നുന്നു 80 ഇസ്ലാമും 20 മറ്റവർക്ക്. ചില ആളുകൾ 20 ഇസ്ലാമും 80 മറ്റുള്ളവർക്ക് കൊടുക്കും. ഞങ്ങൾ കുറച്ചും കൂടി മാറിക്കണം തോന്നുന്നു. അള്ളാഹു സലാമത്താക്കി തരും. അപ്പോ പരിപൂർണമായും ആ ഒരു ദീനിലേക്ക് കടന്നു വരാൻ, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഞാനടക്കം നിങ്ങളെല്ലാവരും ക്ഷണിക്കുക. ഇസ്ലാമിലേക്കൊന്ന് കടന്നു വരിക. അത് വേഷത്തിലോ ഭൂഷത്തിലോ നമ്മളെ കാട്ടിക്കൂട്ടലോ അല്ല. ഇവിടെയാണ് തഖ്വ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേഷം നോക്കിയിട്ടല്ല പറഞ്ഞത്. വിരലിങ്ങനെ ചൂണ്ടിട്ട് പറഞ്ഞു അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. അത് പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കാനുള്ളതല്ല, പ്രസംഗിച്ച് കാണിച്ചു കൊടുക്കാനും പറ്റൂല. അത് ഇവിടെ ഉള്ളതാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ. നിങ്ങളെന്താന്ന് എനിക്കറിയില്ല, ഞാനെന്താന്ന് നിങ്ങൾക്കും അറിയില്ല. അത് ഞാനും
തഖ്വ ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള സീക്രട്ടാണ്. അത് പടച്ചോൻ കാണുന്നുണ്ട്. നമുക്ക് സത്യത്തിൽ ആ ചിന്ത ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു അഭിനയിച്ച ലോകത്താണ്. എല്ലാറ്റിനും ഇസ്ലാമിൽ നമ്മൾ കൂടിയാണ്. ഒറ്റ വാക്ക് പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായിട്ട് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ റസൂലുള്ള പറഞ്ഞ് ലക്കിശക്ക് വരുമോ? ഞാൻ ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇത് ഇൽമിന്റെ മജ്‌ലിസാണല്ലോ അല്ലേ? ഈ ഇൽമിന്റെ മജ്‌ലിസ് സ്വർഗ്ഗത്തോപ്പാണ്. അവിടെ മാബൈന കബരി മിൻബരി റൗദത്തുൻ മിൻ റിയാദിൽ അല്ലേ? ഇവിടെ റസൂല പറഞ്ഞു മജ്‌ലിസുൽ ഇൽമി റൗദത്ത്, രണ്ടും ഒന്ന് തന്നെ. നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അവിടെ പോയിരിക്കണം അതേ ആനുകാലികത, ആ ഒരു ആത്മീയവീര്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? ഇങ്ങനത്തെ റസൂല പറയുന്നത് ഇനി എന്ത് ഇസ്ലാമാണ് ഈമാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് കളവ് പോയിട്ട് കളവെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ആ ചുണ്ടുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. സ്വാദിഖുൽ മസ്തൂർ, ലോകത്തിന് ഏറ്റവും വലിയ സത്യവാൻ ആ ഹബീബ് റസൂലുള്ളാഹി ഒരു ഉദാഹരണം പറഞ്ഞൊന്നുമല്ല. മജ്‌ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഇൽമിന്റെ മജ്‌ലിസിനെ കാണുന്നുണ്ടോ? ഞാൻ മദീനത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലും തിക്കിത്തിരക്കി ടൈമിൽ പോയിരിക്കും. ആൾക്കാരിന് ചവിട്ട് കൊണ്ടാലും ശരി അവിടെ പോയിരിക്കും. കാരണം എങ്ങനെയെങ്കിലും അവിടെ എത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ മദീനത്ത് കൂടുന്നത്. മദീനത്ത് ചെന്നാൽ പിന്നെ ഒന്നുമില്ല, വേഗം റൂമിൽ വരിക, കുളിക്കുക, മദീനത്തേക്ക് റൗദയിലേക്ക് പോവുക. അതിന് എത്ര ബുദ്ധിമുട്ടി സഹിച്ചാലും ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് പോയിരിക്കും. എന്നാൽ ഞാൻ അതുപോലെ ഇൽമിന്റെ മജ്‌ലിസിനെ കാണുന്നുണ്ടോ? റസൂൽ പറഞ്ഞില്ല ഇവിടെ റൗദയാണ്, ഇത് റൗദയാണ്, ഇത് റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞത് വേറെ ആരുമല്ലല്ലോ. അപ്പൊ ഇത് സ്വർഗ്ഗത്തോപ്പാണ്. ആ ഇരിക്കുന്ന അതേ അനുഭൂതി ഇവിടെ കിട്ടും. പക്ഷെ കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല, നിയമമുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സ് നോക്കിയിട്ടേ ഇത് റൗദാവുള്ളൂ. പ്രസംഗിക്കുന്ന പറയുന്ന എൻ്റെ മനസ്സ് നോക്കിയിട്ടേ ഇത് റൗദാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. എല്ലാം വ്യക്തിയായിട്ട് റൗദാവില്ല, ഇരിക്കണമൊക്കെ റൗദാവുക. അത് കേടാ. റൗദയാവണമെങ്കിൽ അള്ളാഹു നോക്കുന്ന കൽബാണ്. ഈ കൽബ് നല്ല നീയത്തോടെ ഒരു ദുരുദ്ദേശമില്ലാതെ ഞാൻ പറയുന്നുണ്ടോ? റബ്ബ് നോക്കുന്നുണ്ട്. ഒരു ദുരുദ്ദേശമില്ലാതെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എങ്കിൽ ഇത് റൗള ഷരീഫിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു പഠിക്കുക എന്ന നല്ല ഉദ്ദേശം, ആലിമീങ്ങളെ കാണുക എന്ന നല്ല ഉദ്ദേശം കണ്ടുകൊണ്ടിരിക്കല് അതെന്തൊരഥമാണ്? മുഖത്ത് നോക്കലഥമാണ്. നമുക്കതാണ് ഇങ്ങനെ ഉസ്താക്ക് വരുമ്പോൾ സന്തോഷം, ആ കാണുമ്പോഴൊരു സന്തോഷം. കാണുന്നത് അഥമാണ്. നല്ല നീയത്തോടു കൂടെ ആണോ നിങ്ങൾ പല നാട്ടിൽ കൂടെ ഇടങ്ങറായി നീലെങ്കിലും ഉസ്താദിനെയും പറയോ എങ്ങനെയെങ്കിലും നേതാവിന് പങ്കെടുക്കാൻ പറഞ്ഞല്ലേ എന്നാ പോവുക, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റി വെച്ചതാണ് എന്നപ്പോ പോവുക, ഏതായാലും പറഞ്ഞതല്ലേ. പല ഉദ്ദേശം വെച്ചുകൊണ്ടാണോ വന്നത്? റൗള ആവൂല, ആവൂല. അങ്ങനെ റൗളാകുക അതാവൂല. മറിച്ച് നല്ല നീയത്തോടു കൂടെ വന്നതാണ്. ഉസ്താദുമാരെ കാണണം, അവർ പറയുന്നത് കേൾക്കണം, അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചു കൊണ്ടുവരണം. അള്ളാഹിൻ്റെ പൊരുത്തവും ആഖിറത്തിൽ ഇതുകൊണ്ട് എനിക്ക് വിജയിക്കണം എന്തുദ്ദേശത്തോടെ നിങ്ങൾ വരണം. ഞാൻ പറയുമ്പോൾ, ഉസ്താദ് പറയുമ്പോൾ ഇത് നിങ്ങളിലേക്ക് അങ്ങ് തപസ്സു പറഞ്ഞത്, നിങ്ങളിലേക്ക് അങ്ങ് ഫലം ചെയ്യണം എന്ന ആത്മാർത്ഥമായ നീയത്തോടുകൂടെ പറഞ്ഞല്ലോ. ആ നീയത്തും വേണം. എങ്കിൽ തീർച്ചയായും 100% ഞാൻ ഐ ബിലീവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതില്ലെങ്കിൽ അതാ ഇദാ തസദൽ ഇലാഹ വആഖിറ ഫൽ ഇൽമു ഇല്ലാ ഫൽ ഹലാകു തഹസ്സലാ. ഇത് കിട്ടണമെങ്കിൽ അള്ളാന്റെ പൊരുത്തവും ആഖിറത്തിൽ വിജയിക്കണമെന്ന കരുത്ത് നമ്മളെ കൽവിൽ ഉറപ്പിച്ചു വേണം. ഉറപ്പിച്ചോളി, ഞാൻ അടുത്ത് എല്ലാവരും ഉറപ്പിച്ചോളി. ഇല്ല അങ്ങനെ ഉദ്ദേശമില്ല എന്നാണെങ്കിൽ ഫൽ ഹലാഖു തഅസ്സല, കുരുത്തക്കേട് തുടങ്ങി, നാശമാണ് വന്നിരുന്നത്. അവിടെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അധിക പ്രഭാഷണങ്ങളുടെയും അവസ്ഥ, പല മീറ്റിങ്ങുകളുടെയും അവസ്ഥ. ആരും കുറ്റപ്പെടുത്തിയല്ല, പല പരിപാടികളുടെയും അവസ്ഥ അതാണ്. ലക്ഷങ്ങൾ മുടക്കി പരിപാടി നടത്തുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ആ നാട്ടിൽ ചെയ്യുന്നത്.
ഇതിവിടെ എങ്ങനെ പറയാൻ പറ്റുള്ളൂ? പുറത്ത് പറഞ്ഞാലോ അപകടമാണ്. പുറത്ത് പറഞ്ഞാൽ അപകടമാണ്. എങ്ങനെ നമ്മൾ ഇസ്ലാം ആവണം? നമ്മളെ ജീവിതത്തിൽ കംപ്ലീറ്റ് ഒരൊറ്റ ഹദീസിന്റെ മനസ്സിൽ അധികം പ്രസവിക്കുന്ന, അധികം ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണിനെ നിങ്ങൾ അന്വേഷിച്ച് കല്യാണം കഴിക്കുക. എന്തിന്? ഇന്നി അഫ്തഹിറു ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ. ആരത് പറഞ്ഞത്? ആരത് കേൾക്കുന്നത്? എന്നിട്ട് നമ്മൾ പറയാവാ, ഞാൻ റസൂലുള്ളാഹിന്റെ ഭയങ്കര അനുയായിയാണ്, എൻ്റെ നേതാവാണ്. അധികം പ്രസവിക്കുന്ന പെണ്ണിനെ അന്വേഷിച്ച് കല്യാണം കഴിക്കണം. നാളെ ആഖിറത്തിൽ എൻ്റെ സമുദായം എനിക്ക് മറ്റുള്ള അമ്പിയാക്കളെക്കാൾ ഒരുപാടുണ്ടെന്ന് എനിക്ക് റബ്ബിന്റെ മുന്നിൽ ഒന്ന് പവർ പറയാൻ. അങ്ങനല്ലേ നമ്മൾ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ജനം കൂടുമ്പോൾ ഉസ്താദുമാർക്ക്, നേതാക്കൾക്കുള്ള സന്തോഷം, ഇതൊക്കെ എൻ്റെ അനുയായികളാണ്. അതൊരു പവറാണ്. ആ പവർ എനിക്ക് ആഖിറത്തിൽ ഉണ്ടാക്കാൻ നിങ്ങൾ അധികം പ്രസവിക്കുന്ന പെണ്ണിനെ അന്വേഷിച്ച് കല്യാണം കഴിക്കണം. നമ്മൾ അവിടുന്ന് പോന്നിട്ട് നമ്മൾ ആരെ പിന്നിലാണ്? പോപ്പുലേഷൻ പ്രൊജക്റ്റിന്റെ പിന്നിലാണ്. നമ്മൾ ഇമാമായി കാണുന്നത് ആരെയാണ്? റസൂലുള്ളാഹിനല്ല, പോപ്പുലേഷൻ പ്രൊജക്റ്റ്. നാം 2, നമുക്ക് 2. ഉദാഹരണം പറഞ്ഞ ഞാൻ ആ പ്രസംഗം പറഞ്ഞല്ല, പറഞ്ഞപ്പാണ്ട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞതിന് എടുത്ത് പറഞ്ഞു. നാം 2, നമുക്ക് 2. അത് ആദ്യമായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം നാം 1, നമുക്ക് 1. ഇനി അടുത്ത് കേൾക്ക നാം ഇല്ല, നമുക്കില്ല. പിന്നെ എവിടെയാണ് നമ്മൾ? അത് ചെയ്തുകൊണ്ട് വന്നവൻ, അവന്റെ ഭാര്യയെ കൂടെ ചെയ്തു വന്നവൻ അവൻ പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ വലിയ അനുയായിയാണ്. കാബിലല്ലേ? അതിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കാണല്ലേ? അഡ്ജസ്റ്റ്മെന്റ് കാണും. പഴയ കാലത്തുണ്ടായിരുന്ന നിത്യപരാലോ നമ്മളൊക്കെ സുന്നികളാണ്. അള്ളാഹുവിന്റെ സുന്നത്യമാറ്റത്തിന് അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകണം. അത് വേണം. നമ്മൾ അതിൽ തന്നെ പിടിച്ചെടുക്കണം. അത് വിട്ടിട്ട് ഒരു പരിപാടിയില്ല. ആ നിൽക്കുന്ന നമ്മളോട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ? പഴയ കാലത്ത് എൻ്റെ ഉമ്മ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഉമ്മായിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഗർഭമുണ്ടായാൽ ഉമ്മ പിന്നെ ഉപ്പാനോട് പറയത്രേ, പ്രസവവേദന തുടങ്ങിയിട്ടോ. തുടങ്ങിയാ എന്നാൽ ഈ പോക്കൊക്കെ നിർത്തി. ഉമ്മ വേഗം നഫീസമാരുണ്ട് അല്ലേ? നഫീസമാരുണ്ട്. എന്നിട്ട് നഫീസമാരൻ എങ്ങനെ ചെറുകൊടുക്കും? ഉമ്മ അകത്തേക്ക് വസാത്തിനെയും കുട്ടിയാണ് പോകും. കുറച്ച് ഈ നഫീസമാരൻ ഇങ്ങനെ തീർന്നിട്ട് ഒരു ഇരവിണ്ടെത്തുമ്പോത്തിന് എന്തായി? ഒരു ഇരവിണ്ടെത്തുമ്പോത്തിന് പരിപാടി പ്രസവം കഴിഞ്ഞു. ആ നഫീസമാരെ ചെല്ലുമ്പോത്തിന് പ്രസവം കഴിഞ്ഞു, തീർന്നു. അപ്പോ ഇന്നത്തെ കാലത്തെ അവസ്ഥ എന്താ? ഇന്ന് നഫീസമാരെ പാടിയാലും പോകില്ല. നഫീസമാരോടെയൊക്കെ ഇന്ന് നഫീസമാരെ നിങ്ങൾ സുന്നിയല്ലേ? നമ്മളൊക്കെ സുന്നികളല്ലേ? എന്നാ ഞാൻ നഫീസമാരെ ഇന്ന് പാടട്ടെ. മുമ്പ് അങ്ങനെയായിരുന്നു. പാടിയൊക്കെ പിടിച്ചോ എല്ലാവരും കൂടി ആസ്പത്രി കൊണ്ടുപോകും, സുഖമില്ലാന്ന് പറയുന്നത്. നമ്മൾ സുന്നികളല്ലേ? എന്തോ ഒരു അസുഖമായിട്ട് പിടിച്ചിട്ടു. ഞാൻ കാണുന്ന പുസ്തകമായിട്ട് ദ്വാരിപ്പിക്കാൻ കൊണ്ടുപോകും. എനിക്ക് എന്തോ സുഖമില്ല, കാരണം ഭാര്യ ഗർഭിണിയായപ്പോൾ നഫീസമാരെ ഹോസ്പിറ്റലിൽ കൊണ്ടില്ല. ഈ ഒരു അവസ്ഥ അപ്പൊ ഞാൻ നിർത്തുന്നില്ല. അപ്പൊ നമ്മൾ പൂർണ്ണമായും അതിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ട്. പരിശുദ്ധ ദീനിൽ, പരിശുദ്ധമായ ഇസ്ലാമിൽ അടിയുറച്ച് 100%, 100% അതിൽ നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ ഒളിച്ചുകൂടാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒളിച്ചുകൂടാൻ പറ്റാത്തൊരു പരിപാടിയാണ്. ഫസ്റ്റ് പോകുന്നിടത്ത് എല്ലാവർക്കും അപ്പോൾ അതുകൂടി മാനിച്ചിട്ടാണ് അവരെന്നെ നോക്കില്ല. നമ്മൾ എന്നിട്ട് വേഗം നിർത്തിയിട്ട് ദ്വാരത്തിന് ചെയ്യല. അപ്പോ എല്ലാ വിഷയവും തന്നെ അപ്പൊ അവിടെ കഴിഞ്ഞു. നമ്മളെ കഥ പറയും.
നമ്മൾ കുട്ടി ഉണ്ടായാൽ, കുട്ടി ഗർഭമുണ്ടായാൽ, ഭാര്യയ്ക്ക് ഗർഭമുണ്ടായാൽ ഉള്ള ഡിക്ഷണറിയും ഉള്ള പുസ്തകങ്ങളൊക്കെ മേടിക്കുക എന്നേ അറിയാം കുട്ടിക്ക് ഒരു പേരിടാൻ. മുസ്ലിങ്ങൾ നമ്മുടെ കഥയാണ്, ഉള്ള ഡിക്ഷണറി കംപ്ലീറ്റ്. എന്നിട്ട് ഓൺലൈനിൽ എന്തൊക്കെ പേരുണ്ട് അതൊക്കെ നോക്കുക. എന്നിട്ട് പാപ്പാന്റെ പേരിന്റെ തല, ഉമ്മാടെ പേരിന്റെ നടു, പ്രസവിച്ച നഴ്സ് മോങ്ങിന്റെ പേര്, വല്ല ആഫ്രിക്കൻ വനാന്തരത്തിലൊക്കെ അരങ്ങിന്റെ പേരൊക്കെ ആയിട്ട് ലാസ്റ്റ്. ഇത് ഞാൻ തമാശക്ക് പറയല്ല, നമ്മുടെ അവസ്ഥയാണ്. ഈ ചീഞ്ഞഴിഞ്ഞ് നാറിയ സംസ്കാരങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണ്. എനിക്ക് റസൂലുള്ളാഹിനെ ഭയങ്കര മഹബത്താണ്. ഈ ജാടകൾ ഒഴിവാക്കണം. ജാട നമുക്ക് ഇസ്ലാമിൽ വേണ്ട. ജാടയില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി ശ്രമിക്കുക, അവിടെ നമ്മൾ വിജയിക്കും. അവിടെയാണ് വിജയിക്കുക. അല്ലാതെ ഞാൻ ബഷീറായി അല്ലെങ്കിൽ ഞാനായി അല്ലെങ്കിൽ ആരായാലും ഒരു ഷറട്ടാണ്, എല്ലാ മനുഷ്യനാണ് എന്ന് പറയാനല്ലാതെ അള്ളാന്റെ അടുക്കൽ നല്ല മനുഷ്യനാവില്ല. അള്ളാന്റെ അടുക്കൽ നല്ല മനുഷ്യനാവില്ല. അപ്പൊ അത് പൂർണ്ണമായും പരിശുദ്ധ ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇനി ദുആ ചെയ്യാൻ ഇവിടെ നല്ലൊരു ഈമാനികരായിട്ട് എല്ലാവരും നമുക്ക് പാടിച്ചു പറ്റുന്നുണ്ട്. എല്ലാത്തിനും പാടിച്ചു പറ്റും. ദീനിലെ ദുആ ചെയ്യുമ്പോഴോ ദ്വാരക്കുമ്പോഴുള്ള അവസ്ഥയാണ്. എല്ലാം ആത്മാർത്ഥമായിട്ട് ഉസ്താദെ ദുആ നടക്കുകയാണ്, നല്ല ആവേശത്തോടെ നിങ്ങളൊക്കെ ആഗ്രഹിക്കൂല്ലേ. പക്ഷെ അവിടെയും നമുക്ക് സ്വാർത്ഥത വന്നു. അവിടെയും സ്വാർത്ഥത വന്നു. ഈ സ്വാർത്ഥത കൽപ്പിൽ നിർത്തണം. അങ്ങനെ സ്വാർത്ഥത ആയിരുന്നെങ്കിൽ മഹാന്മാരായ സ്വഹാബത്ത് ഈ ദീൻ നിലനിൽക്കുമോ? എനിക്ക് ഞങ്ങൾക്ക് പോയിട്ട് യുദ്ധം ചെയ്യാനൊന്നും ആവില്ല, എനിക്കെൻ്റെ ഭാര്യയും മക്കളുമാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇസ്ലാം നിലനിൽക്കുമോ? ഇല്ലല്ലോ. ഈ സ്വാർത്ഥത എന്താ നമ്മളെ കൽപ്പിലുണ്ടാവുന്നത്? എന്തുകൊണ്ടത് ഉണ്ടാവുന്നത്? അതെന്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒഴിവാക്കണ്ടേ? ഉദാഹരണം പറയാണ്, ഫാദിലുസ്താദ് പറഞ്ഞ് എൻ്റെ ഉമ്മാക്ക് തീരെ സുഖമില്ല, അള്ളാഹുത്തെ എന്ത് ശിഫായി വേണ്ടി ദ്വാരക്കണം. ഉമ്മല്ലേ പറഞ്ഞില്ല, ഉമ്മ പറഞ്ഞു. ഉടനെ തന്നെ സുഹൈലുസ്താദ് പറഞ്ഞ കാര്യം ഒരുപാട് കടമുണ്ട്, ഉസ്താദ് ദ്വാരക്കണം. ഉദാഹരണം പറയാം. അപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് ദ്വാരക്കാൻ പോവുക. ദ്വാരക്കുമ്പോ ഇങ്ങനെ ദ്വാരന്റെ കൂട്ടത്തിൽ പറഞ്ഞു, പഠിച്ചോന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ സഹോദരൻ്റെ ഉമ്മാക്ക് തീരെ സുഖമില്ല, നീ ശിഫ നൽകണേ അള്ളാന്ന് പറഞ്ഞപ്പോ സാദിഖ് ഫാദിൽ ഉസ്താദ് ഭയങ്കര ഇഖ്ലാസോടെ ആമീൻ പറഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചോന്റെ ഈ കൂട്ടത്തിൽ എടുത്തിന് ഭയങ്കര കടമുണ്ട് റബ്ബേ, നീ പെട്ടെന്ന് കടം വീട്ടിൽ കൊടുക്കണേന്ന് പറഞ്ഞപ്പോ സുഹൈൽ ഉസ്താദിനെ പറഞ്ഞു നല്ല ആത്മാർത്ഥ ആമീൻ പറഞ്ഞു. ഫാദിലോ ആമീൻ, കാരണം മൂപ്പർക്ക് കടയില്ല, മൂപ്പർക്ക് കടയില്ല, അതുകൊണ്ട് മൂപ്പർക്ക് ഭയങ്കര ആമീൻ പറഞ്ഞു. മറ്റാളോ നല്ല ആത്മാർത്ഥ ആമീൻ പറഞ്ഞു. ദുആ ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ്. ഞാൻ തമാശ പറയല്ല, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പിന്നെ എങ്ങനെ ദ്വാരക്കില്ലാതെ കിട്ടും? എന്നിട്ട് പറയും ഞാൻ അത്രയും ദ്വാരം ഒരുപാട് ദ്വാരിപ്പിച്ച് ഒരു കാര്യമില്ല, ഉള്ള ഈമാനിൽ തന്നെ ഉള്ള 10 ഈമാനുള്ളൂ, എന്നിട്ട് ആ ഈമാനിൽ തന്നെ പുറത്തു പോകാം. നമുക്കെന്താ രോഗം വന്നെന്ന് മനസ്സിലാക്കാതെ, നമ്മളെ രോഗത്തെക്കുറിച്ച് അറിയാതെ നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. കാലത്ത് എന്നിട്ട് നമ്മൾ പറയും സമയദോഷമാണ്, കാലദോഷമാണ്, വല്ലാത്തൊരു ഇടങ്ങറിപ്പിച്ച സമയം. നമ്മളായിട്ട് വരെ തന്നെ എയർപോർട്ടിൽ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞേ, റെയിൽവേ സ്റ്റേഷനിൽ എന്നിട്ട് മാഷോട് ചോദിക്കുകയാണ്, സാറ് എപ്പോഴാണ് കള്ളവണ്ടി, എപ്പോഴാണ് കള്ളവണ്ടി? ശേഷമോ സ്തംഭപ്പെട്ടു, ഇതെന്ത് കള്ളവണ്ടി? അങ്ങനെ ഉണ്ടല്ലോ, പരശുരാം എക്സ്പ്രസ് അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ടെന്നല്ലാതെ കള്ളവണ്ടിയാണ്. എൻ്റെ മോനിക്ക് കത്ത് ചെയ്തിട്ടുണ്ട്, നാളെ 10 മണിക്ക് കള്ളവണ്ടിക്ക് വരും. അവൻ ടിക്കറ്റ് എടുക്കാതെ അവൻ കള്ളനായി പേരോ പാവം വണ്ടി. ഇതല്ലേ നമ്മുടെ സ്വഭാവം. എന്നിട്ട് നമ്മൾ എന്ത് പുസ്തകമായിട്ട് കേൾക്കാം, അതെ ഓടെയാണ് വാർക്കണം. അല്ലെങ്കിലോ ഈ ചികിത്സന്റെ പുസ്തകമായിട്ട് ചെന്നിട്ട് പറയും എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതാണ് സിഗറാണ്, മറ്റതാണ് മറിച്ചതാണ്. ഇത് കേട് നമ്മൾക്കാണ് മനസ്സിലാക്കാൻ അവൻ അതിനോ തയ്യാറാവില്ല. അല്ലാമ ഇക്ബാലും ബെഡ്സ്, ഇസ്ലാമിക ചിന്തകനായ അല്ലാമ ഇക്ബാൽ, പാശ്ചാത്യ ചിന്തകനായ ബെഡ്സൻ, രണ്ടാളും കൂടി ഒരുമിച്ചുകൂടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങില് ഉരുത്തിരിഞ്ഞ വിഷയം സമയം തീർന്നത് ചർച്ച സബ്ജക്റ്റ് ദ ഫിലോസഫി ഓഫ് ടൈം, സമയത്തിന്റെ തത്വചിന്ത. ദ ഫിലോസഫി ഓഫ് ടൈം, സമയത്തെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്.
ഒരുപാട് ആൾക്കാർ, പല ആളുകളും സമയത്തെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു. അത് അവിടെ കുറച്ചാവുമ്പോൾ ശരിയാവില്ല. സമയത്തെ കുറിച്ച് ഇങ്ങനെ ചർച്ചകൾ പലതും നടന്നു. മധുരമുണ്ട്, നല്ല മധുരമാണ്. സമയത്തെ കുറിച്ച് ഇങ്ങനെ ചർച്ചകൾ നടന്നു.